My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. UK പ്രോപ്പർട്ടി ടാക്സ് സ്പൗസ് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ടാക്സ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? യു കെയിൽ ജോയിൻ്റ് ആയിട്ട് ഒരു ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി വാങ്ങിക്കുകയും ഹസ്ബൻഡും വൈഫും ഡിഫറൻ്റ് ആയിട്ടുള്ള ടാക്സ് സ്ലാബ് ഉണ്ടായിരിക്കെ, ഉദാഹരണമായിട്ട് ബേസിക് ടാക്സ് റേറ്റ് 20, ഹയർ ടാക്സ് റേറ്റ് 40, അഡീഷണൽ 45, ഈ റേറ്റിൽ ഹസ്ബൻഡിൻ്റെ 45ഉം വൈഫിൻ്റെ 20% ആണെങ്കിൽ നിങ്ങൾക്ക് ലീഗൽ ഓണർഷിപ്പ് മാറ്റാതെ തന്നെ അതിൻ്റെ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ഡിക്ലറേഷൻ ഓഫ് ട്രസ്റ്റിലൂടെ മാറ്റി നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ധാരാളം പേരാണ് ഈ രീതിയിൽ യു കെയിൽ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് മാറ്റി ടാക്സ് സേവ് ചെയ്യുന്നത്. പ്രോപ്പർട്ടി റെൻറ്റിന് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാടക നിങ്ങളുടെ മറ്റ് ഇൻകത്തോടു കൂടി ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ടാക്സ് സ്ലാബ് വരുന്നത്, നിങ്ങളുടെ ടാക്സ് സ്ലാബ് 20% ആണെങ്കിൽ 20% ആയിട്ടുള്ള സ്പൗസിലേക്ക് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നു. സാധാരണ രീതിയിൽ ഹസ്ബൻഡ് വൈഫ് 50-50% റെൻ്റൽ ഇൻകമോ ക്യാപിറ്റൽ ഗെയിനോ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഹയർ ടാക്സ് പെയർ കൂടുതൽ ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി ലീഗൽ ഓണർഷിപ്പ് നിലനിർത്തിക്കൊണ്ട് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്ത് ഡിക്ലറേഷൻ ഓഫ് ട്രസ്റ്റ് പ്രിപ്പയർ ചെയ്ത് HMRCയിൽ ഫോം 17 ഫയൽ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഹയർ ടാക്സ് പെയർക്ക് 10% ബെനിഫിഷ്യൽ ഓണർഷിപ്പ് നിലനിർത്തുന്നത് വഴി ടാക്സ് കുറച്ച് കൊടുത്താൽ മതി. ഇത് റെൻ്റൽ ഇൻകം കിട്ടുമ്പോഴും മറിച്ച് പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്തും ഈ ബെനിഫിഷ്യൽ ഓണർഷിപ്പ് നിലനിർത്താനും അങ്ങനെ നിങ്ങൾക്ക് ടാക്സ് സേവ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ഹസ്ബൻഡ് മാത്രമാണ് പ്രോപ്പർട്ടി ഓൺ ചെയ്തതെങ്കിലും വൈഫിന് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് ഡിക്ലറേഷൻ ഓഫ് ഡീഡും ഫോം 17 ഫയൽ ചെയ്തുകൊണ്ട് അതിലെ 90% ട്രാൻസ്ഫർ ചെയ്ത് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഹസ്ബൻഡിൻ്റെയോ വൈഫിൻ്റെയോ പേരിൽ മാത്രമാണ് പ്രോപ്പർട്ടി എങ്കിലും ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഡിക്ലറേഷൻ ഓഫ് ഡീഡിലൂടെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കും. ധാരാളം പേരാണ് ഈ ടാക്സ് നിയമം വഴി ടാക്സ് സേവ് ചെയ്യുകയും അങ്ങനെ HMRCക്ക് ഫോം 17 ഫയൽ ചെയ്ത് ടാക്സ് ബെനിഫിറ്റ് നേടുന്നത്. യു കെയിൽ ബൈ ടു ലെറ്റ് പ്രോപ്പർട്ടി ഉള്ളവർക്ക് ഇത് വലിയ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് ഹസ്ബൻഡോ വൈഫോ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെ ടാക്സ് പ്ലാൻ ചെയ്യാൻ സാധിക്കും. ഇനി ഫ്യൂച്ചറിൽ ടാക്സ് സിറ്റുവേഷൻ മാറുമ്പോൾ ഇതുപോലെ തന്നെ ഡിക്ലറേഷൻ ഓഫ് ഡീഡ് ഫയൽ ചെയ്ത് നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി നിങ്ങൾക്ക് യു കെയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുവാനും സ്കെയിലപ്പ് ചെയ്യുവാനും ടാക്സ് അഡ്വൈസ് കിട്ടുന്നതിനും ലീഗൽ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് കിട്ടുന്നതിനും അവസരം ലഭിക്കുന്നതാണ്. യു കെ ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് യു കെ ബിസിനസ്സിനെ പറ്റി, യു കെ ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, യു കെ എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.